ശങ്കുണ്ണി ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. താൻ ആരാ? മണവാളനോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ മാടത്തിലിരുന്നോളണം. ആ, ജാനുവിനെ കെട്ടാൻ വന്നിരിക്കുന്നു ഒരു കൊരങ്ങൻ. താൻ ഇന്നേ വരെ കണ്ണാടി തന്റെ മോൻ കണ്ടിട്ടില്ലേ? ചുമ്മാ കമലാക്ഷി എന്ന് വിലക്കുവായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞില്ല ഞാൻ ജാനുവിനെ കെട്ടുന്നത്, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ആ, ഭർത്താവ് അങ്ങനെ പറഞ്ഞാലേ ഭാര്യ ഏതാ ഇങ്ങനെ പറയുന്നു. കല്യാണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നാലേ ഒന്ന് കുഴിച്ചു മുടിക്കളെ. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവനും കയ്യിലോരോ ചൂലുമായി വന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ. ചെവിക്കുന്നുള്ളിക്കോ? ആ, വരടി. കല്യാണം കഴിച്ചില്ലെങ്കിൽ വാസുണ്ട് എന്നെ കൊല്ലും, കല്യാണം കഴിച്ചാൽ കമലാക്ഷി അമ്മ കൊല്ലും. ഏതായാലും എന്റെ ഗതി പോക്ക് തന്നെ. ഒരു 50 പേർക്കെങ്കിലും ഊണൊരുക്കണ്ടേ? 50 പേർക്കോ? 75 പേർക്കെങ്കിലും കരുതണം. അടപ്രഥമനോ കടലപ്രഥമനോ? രണ്ടും ഇരിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടർക്ക് പത്തിരി ഇറച്ചും സ്പെഷ്യലായി വേണം. അതിന്റെ കാര്യം ഞാൻ ഇട്ടിരിക്കുന്നു. ആ ശരി, നിങ്ങൾ കുട്ടിലും മണ്ഡപവും ശരിയാക്ക്, ഞാൻ മറ്റു കാര്യങ്ങൾ നോക്കട്ടെ. കളസവും വിട്ട് ജീപ്പുമായി നടന്ന് പ്രേമിച്ചാ പോരാ, പ്രേമിച്ച പെണ്ണിനെ സ്വന്തമാക്കാനുള്ള തന്റെ ഇടം ആണിനുണ്ടായിരുന്നു. ജാനു, ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. നിന്റെ ചേട്ടന്റെ മനസ്സ് മാറുന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ തെറ്റ് എനിക്ക് ചെയ്യേണ്ടി വരും. നീ എന്നെ അനുസരിച്ചാൽ മാത്രം മതി. പറയൂ ജാനു, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ? പറയൂ ചേച്ചി. ഇതെന്തിരിപ്പായിരിക്കുന്നത്? ഇത്ര വേഗം തളർന്നുപോയോ? ഇരുട്ടി വെളുത്ത ഉടനെ കല്യാണോ? തോമാച്ചാ, നീയല്ലേ മാലയുടെ കാര്യമായിട്ടത്? സമയമാകുമ്പോ മാലയൊക്കെ വരുവണ്ണ. കാതറേ, തേങ്ങയെല്ലാം കൊണ്ടുവന്നോ? കൊണ്ടുവരാമണ്ണ. കൈ പോയെന്ന് വെച്ച് ഞാൻ നിന്റെ ഒക്കെ കാല് പിടിക്കുന്നു വിചാരിക്കരുത്. സമയമാകുമ്പോ എല്ലാ തണ്ടികളും തനിയാറാൻ കാണിക്കും. വാസുണ്ടെങ്കിൽ നീ ബഹളം വയ്ക്കുന്ന എന്തിനാ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അന്നം പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. കാര്യം ഞങ്ങൾ ഏറ്റെണ്ണ. ജാനു, 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 തോമാച്ചാ, തോമാച്ചാ, തോമാച്ചാ. കാതറേ, കാതറേ, കൊച്ചു കാതറേ. വാസുവണ്ണ സൂക്ഷിച്ചു നോക്കുന്നത്. ഇന്നലെ വരെ വാസുവണ്ണൻ പറഞ്ഞതല്ലേ ഞങ്ങൾ അനുസരിച്ചു. ജാനുവിന്റെ കല്യാണ കാര്യത്തിൽ കമലാക്ഷി ചേച്ചി പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. വാസുവണ്ണന്റെ അനിയത്തി ഞങ്ങളുടെ അനിയത്തിയാ. വാസുകുട്ടാ, ദേഷ്യവും വാശിയും കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വാ. അണ്ണന് പെങ്ങളോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഒന്ന് കല്യാണം നടത്തി തരണം. ഞങ്ങളെല്ലാരും ജാനുവിന്റെ നല്ല ഭാവിക്ക് വേണ്ടി
ഈ വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ആര് വിചാരിച്ചാലും അത് തടയാൻ സാധ്യമല്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ വീട്ടിൽ കയറ്റിയില്ലെന്ന് വരും. സാരമില്ല, ഞാൻ കല്ല് ചുമന്ന് ജീവിച്ചോളാം. പക്ഷേ ജാനുവിന് ഒരു നല്ല ജീവിതം കിട്ടും. എനിക്കത് മതി. വരൂ ജാനു, മുഹൂർത്തത്തിന് സമയമായി. ജാനു, ഞാൻ വിശ്വസിച്ചിരുന്ന എന്റെ ഭാര്യ, എന്റെ കൂട്ടുകാർ, അവരെല്ലാം എന്നെ മറികടന്നു പോയി. അവർ പോട്ടെ. പക്ഷെ നീ എന്റെ കൂടപ്പിറപ്പാണ്, എന്റെ രക്തം. നീ എന്നെ താണ്ടിപ്പോയാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. ഇവർ പറയുന്നത് കേട്ട് നീ എന്നെ വിട്ടുപോകും. പറയൂ ജാൻ, നീ എന്നെ തള്ളിക്കളയും? അതോ കൈയില്ലാത്ത ഈ ചേട്ടനെ കൊണ്ട് ഇനി എന്ത് പ്രയോജനമെന്ന് വിചാരിക്കുകയാണ്? ഇപ്പോ എന്റെ ഒരു കയ്യെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ നീ എന്നെ വിട്ടുപോയാൽ എന്റെ ജീവനും എനിക്ക് നഷ്ടപ്പെടും. നിന്റെ ചേട്ടൻ വെറും ഒരു ശവമാകും. ജാനു, ഇപ്പൊ നീയൊക്കെ എന്ത് പറയുന്നതാ? ഇതാരാണെന്ന് അറിയാമോ? ജാനു, എന്റെ ഒരേ ഒരു പെങ്ങൾ. അവൾക്ക് ചേട്ടൻ മാത്രം മതി എന്ന് കാണിച്ചു തന്നില്ലടാ. മാനമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോയി തൂക്കിച്ചാവില്ലടാ. ഒളിച്ചോടി പോകുന്ന പെണ്ണല്ലടാ ഇവൾ. വാസുവിന്റെ അനിയത്തിയാണ് ജാനു, വാസുവിന്റെ അനിയത്തി. എഞ്ചിനീയർ സാർ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഞാൻ പഠിച്ചവനല്ല, തെണ്ടിത്തിരിഞ്ഞ് വളർന്നവനാണ്. പക്ഷെ ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്തിരുന്നത് പോലും എന്റെ അനിയത്തിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ നിങ്ങളെ വെറുത്തപ്പോ അവൾ നിങ്ങളെ സ്നേഹിച്ചു. എങ്കിലും എല്ലാത്തിലും വലുത് അവളുടെ ചേട്ടനാണെന്ന് അവൾ തെളിയിച്ചു. ആ അഭിമാനം മാത്രം മതി സാർ. വാസു, അവൾക്ക് എല്ലാരെക്കാളും വലുത് ഞാനാണെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാനല്ലാതെ മറ്റാരുണ്ട് ഈ ഭൂമിയിൽ? അതുകൊണ്ട് എന്റെ അനിയത്തിയെ ഞാൻ നിങ്ങൾ തന്നെ ഏൽപ്പിക്കുന്നു. വാസു, വാഴയുടെ ഞാൻ ചത്താലും
എന്റെ ജാനുവിന് ചേട്ടനുണ്ടായിരിക്കുമെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ.